സർക്കാരിന്റെ ഭാഗത്തു നിന്നും വാഗ്ദാനം ചെയ്ത ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന. കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ ആവശ്യമായി വന്ന ഹർഷിന തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പന്തിരങ്കാവ് സ്വദേശിനി കെ ഹർഷിനിയാണ് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് വീണ്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടിയതിനാൽ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ അടുത്ത മാസമാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. വളരെയധികം പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മാനസികമായിട്ട് ഏറ്റവും വിഷമത്തിലാണ്. ഒരു 5-6 വർഷം ഇത് വയറിൽ കത്രികയായിട്ട് നടന്ന് 5 വർഷം കഴിഞ്ഞ് അത് പുറത്തെടുത്ത് നമ്മൾ ആ ഒരു വിഷമം നമ്മൾ അറിയുന്ന എന്താ പറയുക, കത്രിക ആണെന്ന് അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ എല്ലാ പ്രയാസവും അനുഭവിച്ച് അത് അറിഞ്ഞ അന്ന് മുതൽ നമ്മൾ ആരോഗ്യവകുപ്പിന് അതിനൊരു പരാതി കൊടുത്ത് നമുക്കൊരു പരിഹാരം പ്രതീക്ഷിച്ച് നിന്നു. അപ്പോൾ ഒരു രൂപത്തിൽ പരിഹാരമില്ലാതായപ്പോൾ നമ്മൾ പോലീസ് കേസിലേക്കും അത് പോലീസ് ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചിട്ട് അതിപ്പം തെളിയിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കിനിയുള്ള തുടർ ചികിത്സ, നമുക്കിതുവരെ ചികിത്സക്ക് ആവശ്യമായി നഷ്ടപ്പെട്ട ആ ഒരു പണം ആരോഗ്യവകുപ്പിൻ്റെ ഗവൺമെൻറ് ഇടപെട്ട് എത്രയും വേഗം നമുക്ക് തന്നേ പറ്റൂ. ഇനി ഒരു സർജറി വരാനുണ്ട്, അതിന് എവിടെ നിന്ന് പണം കണ്ടെത്തും നമുക്കറിയില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് ഹർഷിനയും കുടുംബവും പറയുന്നു. ആരോഗ്യമന്ത്രിയുടെ അടക്കം പിന്തുണയും സഹായവും വാക്കുകളിൽ മാത്രമാണെന്നും ഇവർ ആരോപിക്കുന്നു. കത്രിക കുടുങ്ങിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്കെതിരെയും 2 നഴ്സുമാർക്കെതിരെയും കേസെടുത്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനം, കോഴിക്കോട്.